ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ കാണില്ലോ എവിടെ വെച്ച ആളെത്തിനോ കേട്ടോ. ഞാൻ എൻ്റെ അവിടെ പോയി 2 ദിവസം തുറന്ന് പോന്നു. 3 ദിവസം തുറക്കാൻ പോയപ്പോ അവിടെ കൂടി പോന്ന്. അപ്പൊ ഞാൻ കാണില്ലോ പറഞ്ഞാണ്ട് ഇന്നൊന്നും ആർക്കും വേണ്ട. ചിന്നു ഇവിടെ ചിന്നൂന്ന് എല്ലാരും ചോദിക്കണേ. അപ്പൊ ചിന്നു എത്തിക്കണം കേട്ടോ. പിന്നെ എന്താ നൂൽപുട്ട് പണിയിലോട്ടോ. നൂൽപുട്ട്, മീൻകറി, അതേപോലെ ബ്രെഡ് പൊരിച്ചത്, മുട്ട ബജി അതാട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യല്. ഇന്ന് പിന്നെ ചിന്നു വന്നതിനോട് കുറേ സംഭവങ്ങളുണ്ട്. ഇല്ല ഒറ്റൊന്നും ഉണ്ടാവും, ഞാൻ ഒറ്റൊന്നും ഉണ്ടാവും. അപ്പോൾ ഞാൻ ബ്രെഡ് പൊരിച്ചാൽ നിൽക്കുകയാണ്. ചിന്നു ഇതാ നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം മുട്ട ബജി ഉണ്ടാക്കാൻ. പിന്നെന്താ ജ്യൂസ് അടിക്കാണ്ട്, ചായ ഉണ്ടാക്കാണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെന്താ എല്ലാരും ഓർത്താനും നിങ്ങളെയാണ് മാണ്ടിയത്, നിങ്ങൾ പറയുക. ഞാൻ ഇവിടെ ഉണ്ടില്ല ഞാൻ പണ്ടേ ഇങ്ങനെ കേട്ടോ, അധികം ഒന്നും സംസാരിക്കൂല. പറയുന്നില്ല കേട്ടോ. ഞാനും പറയലൊന്നുമില്ല. ഇപ്പോഴല്ല, കുറച്ച് മുന്നേക്കെ പറയാൻ തുടങ്ങും. ചെറുപ്പത്തിലൊന്നും അങ്ങനെ പറയും. ഞാൻ ആദ്യം തീരെ സൈലന്റ്. കല്യാണം കഴിഞ്ഞപ്പോഴാ പിന്നെ കുറച്ച് മുന്നേ. ഞാനില്ലേ നിങ്ങളില്ലാഞ്ഞപ്പോ എനിക്ക് വർത്തമാനം പറയണമെന്നൊരു ഒറ്റക്ക്. പിന്നെ അതുമല്ല ഇമ്മിട്ട് കേൾക്കുമ്പോ വിചാരിച്ചു അതൊരു ബുദ്ധി. ഇത് ഒറ്റക്ക് വർത്തമാനം പറയണ വിചാരിച്ചു. ചിന്നു ഉണ്ടാവില്ല, ചിന്നുവിനോട് വിചാരിച്ചു. അപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്കൊരു ഉഷാറ് കൂടി ചിന്നു വന്നപ്പോ. ഒറ്റക്കാകുമ്പോ ഇങ്ങനെ ചടപ്പാണല്ലോ. അപ്പോൾ ഞാൻ ബ്രെഡ് പൊരിക്കാട്ടോ. നമുക്ക് എളുപ്പം ബ്രെഡ് പൊരി. ഞങ്ങളൊന്ന് വേറെ സ്നാക്കുകളൊക്കെ വിചാരിച്ചത്. ബ്രെഡ് കൊണ്ട് തന്നെ എന്തൊക്കെ വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഫോണിലൊക്കെ അടിച്ചു നോക്കി. പക്ഷെ അന്ന് കൽമാസ് ഉണ്ടാക്കിയ പോലെ ആവുമോ വിചാരിച്ചിട്ട് പിന്നെ മെനക്കെട്ടില്ല. നേരം വൈകി അപ്പൊ ഇന്ന് പിന്നെ ബ്രെഡ് പൊരി ഞങ്ങൾക്ക് എളുപ്പം. പിന്നെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് കുട്ടികളൊന്നും അങ്ങാടി കൊണ്ടുപോയില്ല. കുട്ടികൾ പറഞ്ഞാൽ അതിനും ഉറങ്ങാണ്. ഇപ്പം ഇന്നേരം വെച്ചാണ്ട് ഉറങ്ങിട്ടോ. ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയില്ല. ഐസമോൾ അവിടെ ഉണ്ട് കേട്ടോ. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തുണ്ട്. ഓലവിടെ സിറ്റൗട്ടുണ്ട്. ഇന്നലെ ഇടക്കൊക്കെ മഴ ചെയ്ത്, അമ്മക്ക് മഴ ചെയ്ത് കേട്ടോ. ഇന്നാളൊരു ദിവസം എല്ലായിടത്തേക്കും മഴ ചെയ്ത് എന്നൊക്കെ പറഞ്ഞു. അന്ന് നമുക്ക് മഴ ഇല്ലേനിട്ടോ. ഇല്ലേനി പറഞ്ഞാൽ തീരെ ഇല്ല. ഇന്നലെ കുറച്ചൊക്കെ പെയ്തു കേട്ടോ. ഇന്നും നല്ലോണം വരുന്നുണ്ട്. ഇടിയൊക്കെ ഇങ്ങനെ ഉണ്ട് ചെറുതായിട്ട്. ഇന്നലെ എല്ലാം ഇടി മിന്നലൊക്കെ ഉണ്ടായി. നൂൽപുട്ട് പിന്നെന്താ ചിന്നു അങ്ങനെ നോമ്പ് ഇന്ന് 15 16 അപ്പൊ മോയന്റെ 16 ആകുമ്പോ ഇന്ന് പതിരികളാണ്ടാണ്. അല്ല ഇന്നലെ ഒരു 15. ചിന്നു പെരെ പോയാണ്ട് എത്ര ആയതെന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് 16, ഇന്നലെ 15. ഇന്നലെ പകുതി കഴിഞ്ഞു. ചിന്നുവിന് വിശ്വാസം ആവണില്ല കേട്ടോ ഗൈസ്. അവിടെ നോക്കുക എത്ര ആയിന്ന്. ഇന്ന് 16 തന്നെ അല്ലേ? 16 അല്ലേ? നോമ്പ് തലക്ക് പിടിച്ചതാ. 16 എനിക്കല്ലോ അറിയാം. അപ്പോൾ എന്റെ നൂൽപുട്ട് അടുപ്പത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഭയങ്കര റിച്ചാണ് കേട്ടോ. ഞങ്ങൾ ഗ്യാസിമ്മലേ പണിയെടുക്കുക. അമ്മ കേക്കണ്ട അല്ലേ? അടുപ്പിലിപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോഴാട്ടോ അടുപ്പിൽ തീയിട്ട്. നമ്മൾ നൂൽപുട്ടായോണ്ടാട്ടോ ഗ്യാസുമ്മേൽ. അടുപ്പത്ത് തന്നെ കേട്ടോ. പൊരി ഐറ്റംസൊക്കെ
ഗ്യാസുമ്മ ഉണ്ടാക്കും. അതേപോലെ തരി ചായ, പിന്നെന്താ ചായക്ക് കടി, അതൊക്കെ നമ്മൾ അടുപ്പത്തിട്ടുണ്ടാക്കും. ഇന്ന് ഞാൻ തീ കിട്ടൂല. ഇന്ന് ചായ നമ്മൾ ഗ്യാസ് നമ്മള് 10 ആവുമ്പോഴാണ് തീ തീയോട്ട് അടുപ്പത്തുണ്ടാക്കും. ഗ്യാസ് തന്നെ. ചോറും റൈസ് കുക്കറിലൊക്കെ എനിക്കുണ്ടോ അറിയില്ല. കുറച്ച് പറഞ്ഞത് മെല്ലെ ഞാന് ചിന്നില്ലാഞ്ഞപ്പോ ഞാൻ മെല്ലാട്ടോ പറഞ്ഞേന്. ഇപ്പൊ ഞാൻ ഉറക്കം പറയണ്ട്. മേ ഇടി ഇടി ഭയങ്കര പേടിയാട്ടോ. ഇപ്പൊ കൊറേ പേടി മാറി. ഇടി വെട്ടുമ്പോൾ ആദ്യം ഒളിച്ചിക്കലേനി. ഇപ്പൊ കൊറേ പേടി മാറി. അല്ലേ ഇമ്മേ ഞങ്ങളില്ലേ, ഞങ്ങള് രണ്ടാളും ഇമ്മക്ക് ഇതിന്റെ ഇടയ്ക്ക് സുഖമില്ലാണ്ടായിട്ടോ ഇവിടുത്തെ അമ്മക്ക്. അപ്പൊ ഉമ്മ ഇപ്പി നാത്തൂൻ്റെ കൂടെ ഇട്ടോ. ഞങ്ങളങ്ങോട്ട് വണ്ടിയൊന്നും വരൂല കേട്ടോ, മുറ്റത്തേക്ക് വണ്ടി വരൂല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനും വരാനൊക്കെ കരുതി നടക്കാനും കാലിൻ്റെ മുട്ട് വേദനയൊക്കെ ആയിട്ട് നടക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ വണ്ടി കയറാനൊക്കെ പ്രയാസമായപ്പോലും അവിടെ കേട്ടോ നിൽക്കല്. അങ്ങനെ ഞാനും ചിന്നു കുട്ടികളും ഞങ്ങൾ രണ്ടാളും മാത്രമേ. ഒരു മാസമല്ലേ, ഒരു മാസം അതിലാറുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് കേട്ടോ ഇവിടെ. അപ്പോ ഇതേപോലെ നല്ല മഴ കാറ്റും. ഇവിടെ നമ്മളെ ഈ ഇതിന്റെ മുകളിൽ തെങ്ങൊക്കെ തെങ്ങും പിന്നെ ഈ മേലെ പെരക്കാര് ഒരു മുകൾക്കൊരു തെങ്ങൊക്കെ ഉണ്ട്. അപ്പൊ കാറ്റടിക്കുമ്പോ അത് അങ്ങോട്ട് ചായ. അപ്പൊ ഭയങ്കര പേടി. ഇവിടെ റൂമിന്റെ അടുത്താ തെങ്ങ്. വണ്ടി കഴിച്ചില്ലായോ. രാത്രിയൊക്കെ കാറ്റടിച്ചപ്പോ ഞാൻ നീച്ചു പായും. അങ്ങനെ ഇപ്പ അത് വെട്ടിച്ചിട്ടോ. കൊറേ പിലാവൊക്കെ ഉണ്ടായി നമ്മളപ്പുറത്തൊക്കെ. പിലാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ അറിയില്ല. പ്ലാവ് പിലാവോ പ്ലാവ് മാവ്. നിങ്ങളെന്താ മറ്റേ മൂച്ചി. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിക്കാണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് വന്ന് കൊടുത്താൻ ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ താഴത്തെ ഓല ഇവിടെ നിറച്ച് വീടുകളാട്ടോ, അടുത്തടുത്ത് വീടുകളാ. എന്റെ അവിടെ കൊറേ വിട്ടാട്ടോ കാണിച്ചു. ഞങ്ങള് കാണിച്ചു ഏതായാലും കാണിച്ചു. എന്റെ അടുത്തടുത്ത് വീടുകളാട്ടോ ഇവിടെ. ഒരു പെരയെന്ന് പറയണം, അപ്പുറത്ത് പെരയ്ക്ക് കേൾക്കും അല്ലേ. നമ്മളെ ഇവിടുന്ന് ഒരു കസാല എന്തോ സൗണ്ട് ഉണ്ടാക്കി നമ്മളെ ഇവിടുന്നായിരുന്നു മോളിന്നേക്കും അങ്ങനെയൊക്കെ. അപ്പത്തെ പറഞ്ഞെന്ന് മരം അല്ലല്ലോ, അതൊന്നല്ലേ. അല്ല അല്ല, കല്യാണം കഴിഞ്ഞല്ലോ. ഇല്ല, കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനും ചിന്നുണ്ടെന്ന് ജോമോനും ചിന്നുല്ലേ, ചിന്നും കൂടി സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ആ താഴത്തോലെ പെരയത്ത് അല്ല മാവുമ്പോ നിറച്ച് എന്ത് പൂവിട്ടിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നേ അങ്ങോട്ട് നോക്കി ആ മൂച്ചിയും എത്രകാലം പൂവേറ. എല്ലാവരും കുത്തിർന്ന് ചിരിച്ച. ജോമോനൊക്കെ എത്തോ മറിഞ്ഞൊക്കെ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ആ മൂച്ചി. അപ്പൊ മൂച്ചി അല്ലല്ലേ പറയാ, ഇവിടുത്തെ അമ്മക്ക് മൂച്ചിയാ. കൊണ്ടോട്ടിക്കാരിയല്ലോ. ഞാൻ പെരുമണ്ണ കോഴിക്കോട്. ഞാന് കാവനൂര്. അങ്ങോട്ട് ഇവള് ഇങ്ങോട്ട്, ഇമ്മ ഇങ്ങോട്ട്, 3 അപ്പൊ അങ്ങനെ. പിന്നെന്താ അപ്പൊ നോമ്പ് 16. ഞാൻ 16 പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇപ്പൊ നോക്കി അപ്പൊ 16 നോമ്പായി. നല്ല ക്ഷീണം കഴിഞ്ഞു. ബ്രെഡല്ലേ രസമുള്ള മണാരെ കൊണ്ടുപോവാ. ഞങ്ങളില്ലേ ഇവിടെ വീടൊക്കെ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കൂട്ടോ. അപ്പൊ റോട്ടുമ്പോ കോല് പറഞ്ഞു അറിയില്ല, നല്ല മണം അല്ലേ. ബേബി അറിയാം, നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വയ്യായിട്ടോ. ഞങ്ങള് മുറ്റത്തേക്ക് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ വയ്യായി.
ഇപ്പം മുറ്റത്തേക്ക് വണ്ടിയൊക്കെ വരും. ഇല്ലേ മുറ്റത്തേക്ക് വണ്ടിയൊന്നും വരില്ല. ഞാൻ പുതുക്ക വന്നപ്പോലെ ഈലുള്ള ചെരുപ്പു ഒരു ഇതേന് കേട്ടോ. എത്ര ഒരെടായില്ലേ, രണ്ടാക്ക് മര്യാദക്ക് നടക്കായി. ഞാന് ഇവിടെ കൊണ്ടുവരണല്ലോ. അപ്പൊ പുതിയാപ്പിളെ നല്ലോട്ടോ കൊണ്ടുവന്ന് ചിന്നുവേനി കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുവാണല്ലോ. ഞാൻ ചിന്നൂനെ മുറിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? മറക്കാനൊന്നും ആയില്ലല്ലോ. വർഷമൊന്നും പോണ അറിയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം. ചിന്നൂനെ കാണാനില്ല, ചിന്നു ഇവിടെ ചോദിച്ച് കൊറേ ആൾക്കാര് കൊറേ വീഡിയോയിൽ ചോദിക്കണ്ടായിരുന്നു. നമ്മളെ ചിന്നു എത്തിക്കണമേ. ഇനി പെരുന്നാക്കാട്ടോ പോവാ. ഞാൻ പോവും. അപ്പൊ ചിന്നൂനാണൂല, ഞാൻ തുറക്കാൻ പോവും. ഞാനന്നാ അറിയില്ല. തുറക്കാൻ പോയി കൂടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ കൂടോന്നൊന്നും ഇപ്പൊ ഒരു ഉറപ്പായില്ല. അത് ശരി. ചെലപ്പോ അന്ന് നിന്ന് പിറ്റേന്ന് പോരാനായിട്ട് സാധ്യത. എന്താ അറിയില്ല, പോയോക്കട്ടെ. നാളെ ബദരീങ്ങളാണ്ടാണല്ലോ അല്ലേ. ബദരീങ്ങളാണ്ട് കഴിഞ്ഞിട്ട് പോകണം എന്നാ വിചാരിച്ചത്. ചിന്നു പോയി വരട്ടെ വിചാരിച്ചു നിന്നതാ. ഞാൻ 3 ദിവസം വന്നു. വെള്ളി പോയി, ശനി വെള്ളി കേട്ടോ തുറക്കാൻ പോയ. ഇന്നലെ രാത്രി എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ ചിന്നു. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഞാൻ പ്രാവശ്യം ലാസ്റ്റിക്ക് പോയില്ല. തീർന്നു പോയാലോ പറഞ്ഞ ചിന്നു വേറെ ഡ്രസ്സൊക്കെ എടുത്തു വന്ന്. ഇന്നലെ ഓല് പോന്നപ്പോ എടുത്ത് പോന്നേട്ടോ. ഇന്നലെ എപ്പോഴോ ഓല് എത്തിയത്, ഞാൻ അറിഞ്ഞില്ല. ഞാനുണ്ട് പലിശക്ക് നീച്ച് വന്നപ്പോ ഉണ്ട് 37 ഇങ്ങനെ നീച്ച്. എന്നോട് ഉമ്മ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടാ പോലെ. ഞാൻ അതൊക്കെ ഭാഷ എത്ര നേരത്തെ നീച്ച് എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് നിങ്ങള് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇന്നലെ 1 മണിയൊക്കെ ആയി. അപ്പൊത്തിനൊക്കെ നല്ലോ ഉറങ്ങിണ്ടോ. നോമ്പ് പറഞ്ഞേരാ പോയതാ. അത്ര നേരം ബ്രെഡ് പൊരി കഴിഞ്ഞിട്ടോ തീരുമാനമായി. ഇനി മുട്ട ബജി. ഞാൻ ഇതുവരെ മുട്ട ബജി ഉണ്ടാക്കിയില്ല കേട്ടോ. ചിന്ന ഒന്നാൾ ഉണ്ടാക്കി, നല്ല രസം. ഞാൻ എൻ്റെ വാപ്പ ഇങ്ങനെ ഇതിൽ നിന്നിട്ടോ ഇങ്ങനത്തെ കടയിൽ പൊരികളൊക്കെ ഉള്ള. അന്ന് വാപ്പ അറിയണ എൻ്റെ ഉപ്പ കേട്ടോ. ഞാൻ വാപ്പ എന്നാ പറയല്. അപ്പോൾ ഉപ്പ ഇങ്ങനെ കൊണ്ടുവരും, വാപ്പ ഇങ്ങനെ കൊണ്ടുവരും വൈകുന്നേരം ബാക്കി ഉണ്ടാകുമ്പോഴൊക്കെ. അത് എങ്ങനെ വെച്ചാൽ ബജിയൊക്കെ ഉണ്ടാവും അതിൽ. ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു മസാലയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. ഇത് ഇങ്ങനെ സാധാ മാവിൽ മുക്കിക്കാണ്ട് ഇങ്ങനെ പൊടിച്ചു. നാളെ ഞങ്ങള് ഡാൻബായി ലൈഫാട്ടോ അത്തായം മുതൽ. ഞാൻ അത്താഴത്തിന് എടുക്കാൻ പണി എല്ലാവരും ഒപ്പാണല്ലോ. കുറച്ച് നേരത്തെ നീക്കാം. എപ്പോൾ നീച്ചേണ്ടി വരും? ഇപ്പൊ ഇന്നലെ നീച്ചല്ലേ? ആ ടൈമിൽ നീച്ച നമ്മളാ ചായന്റെ അതിന്റെ നീച്ചല്ല നോക്കട്ടെ. ഉറപ്പൊന്നും പറയില്ല അല്ലേ. ഞങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണമെന്നൊക്കെ കാണിച്ചത്. മെയിൻ ഞങ്ങൾക്ക് ഉറക്കാണ്. ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്താ ഉറക്കക്കുറവുണ്ട്. ഇന്നലെ ചിന്നു ഇല്ലാത്തതിനോട് ജ്യൂസ് അടിക്കാനൊക്കെ പുതിയാപ്പിള കഴിഞ്ഞിട്ടു. ഇന്നലെ ഒരു ഇന്നില്ല കേട്ടോ. ഇന്ന് ആൾക്ക് അതോടാട്ടെ ഞങ്ങളെ നൂൽപുട്ട് പറ്റൂല. ഇല്ല ഞങ്ങളിപ്പോ വേറെ എന്തോ കടി ഉണ്ടാക്കേണ്ടി. അപ്പൊ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നൂൽപുട്ടാക്കി. അത്തിരി മടിയാണ്. രസമില്ലല്ലേ? വെറൈറ്റി തിന്നാനാട്ടോ രസം ഇഷ്ടം. ഞാനും ഓള് സെയിം വൈബാല്ലേ? ഞാനും ഓള് സെയിം വൈബാട്ടോ. ഇനി വരുന്നത് എങ്ങനെ അറിയില്ല അല്ലേ. ഒരാളും കൂടി വരാണ്ട് എങ്ങനെ അറിയില്ല. ഞങ്ങളില്ലേ ഇതേപോലെ രാവിലെയൊക്കെ അധികവും ഇങ്ങനെ ഇതായിട്ടുണ്ട് ബ്രെഡ് പൊരി, കുറച്ച് ബ്രെഡ്.
അധികം എന്തേനെ അറിയോ പത്തിരിയാണ് കേട്ടോ. എന്നും പത്തിരി കിട്ടി. അപ്പോൾ എന്താക്കി പിന്നെ ഞങ്ങൾ രണ്ടാളും പറഞ്ഞു എന്നും പത്തിരി അല്ലെങ്കിൽ മാണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം നമ്മള് ഉഴുന്ന് ദോശ പിന്നെ ഇഡ്ഡലി അങ്ങനെ തുടങ്ങി. ദോശ ഞാനോള് നമ്മള് രണ്ടാളും തിന്നൂലേ എല്ലും ഒക്കെ എല്ലാ കടി തിന്നു. ഞങ്ങൾക്ക് പത്തിരിനോട് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. ഇഡ്ഡലി വെള്ളപ്പം ഇതില്ലേ തേനി ദോശ ഉഴുന്ന് ദോശ അതൊക്കെ നല്ല അത് ഉപ്പൊക്കെ ഇഷ്ടാട്ടോ. ചൂടോടക്കാൻ അങ്ങനെ തിന്നുമ്പോ നമ്മളിങ്ങനെ എണീറ്റ് വരുന്നവർക്ക് ഇങ്ങനെ ചുട്ടെടുക്ക ഈ ഹോട്ടലൊക്കെ കെട്ടണായിട്ട് നിരിഞ്ഞ് കണ്ട് അങ്ങനെ നമ്മളും തിന്നലിട്ടോ. അതിലൊക്കെ തുറന്നുവെച്ച് പൂച്ചക്കകത്ത് അപ്പൊ അതാ എന്റെ നൂൽപുട്ട് ഇവിടെ ഓരോന്നോരോന്ന് റെഡി കൊണ്ടേയിരിക്കുന്നു. കൊറേ ഉണ്ട് കേട്ടോ. അന്ന് ഒരു ദിവസം നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോ മോളിക്ക് തികഞ്ഞില്ല. അവള് വലിച്ചൊക്കെ ചോറൊന്നുമില്ല കേട്ടോ. അപ്പൊ എങ്ങനെ എന്തോ പത്തിരി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതാ തിന്നല്. അപ്പൊ അന്ന് തികഞ്ഞില്ല, കണക്കായി പോയി. അപ്പൊ ഇന്ന് കൊറേ എടുക്കാൻ പറഞ്ഞു. ഇന്നാണ് കൊറേ ഒരു ലോഡും ഇന്ന് ബാക്കി അവരേക്കും. കൊണ്ടുവരും. നമ്മക്ക് ഒന്നിങ്ങനെ പൗതിയില്ല. അപ്പൊ അതിനനുസരിച്ച് നോക്കിയോ അങ്ങനെ അതാ അതിൻ്റെ ഇടക്ക് പിന്നെ ഞങ്ങള് നിർത്തി പോയി പറഞ്ഞാൽ ചെറുങ്ങനെ ഇടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇടി ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മേടിച്ച് ഫോണൊക്കെ ഓഫാക്കി പോയി. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കക്കരിയൊക്കെ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിലൊക്കെ കയറ്റിട്ടോ. ഇനി ലൈമും കൂടി അടിക്കാണ്ട് നൂൽപുട്ട് കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതാ ഇതൊക്കെ അടിച്ച് വെച്ച് കക്കരിയൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിട്ടോ. ഇനി ഇങ്ങനെ അതിൻ്റെ അടുത്ത് കാത്തിക്കണ്ട വെച്ചാൽ അപ്പം ബജി ഉണ്ടാക്കാൻ പോവാം. മുട്ട ബജി പൊരിക്കാൻ പോവാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അതാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് 16-ാം നോമ്പിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അല്ലേ. പ്ലേറ്റ് ഗ്ലാസ് കാരൊക്കെ എടുത്തില്ല കേട്ടോ. നൂൽപുട്ട് ഇന്ന് മീൻ കറി കേട്ടോ. അപ്പം മീൻ പൊരി, തരി, ഇത് ബ്രെഡ് പൊരിച്ചത്, ഇത് മുട്ട ബജി ഇതാട്ടോ. ഇത് കുറച്ച് പരന്നുപോയി. ഇതാണ് മുട്ട ബജി. അതേപോലെ മീൻ കറി. ഇത് ലൈമാട്ടോ. ഇത് സ്പെഷ്യൽ ലൈം വേറെ കളറാണ്. ഇത് കക്കരി ജ്യൂസ്. ഇത് വെള്ളം കേട്ടോ. നമ്മൾ നോമ്പറക്കുമ്പോൾ വെള്ളമാണ് ആദ്യം കുടിക്കുക, പിന്നെയാണ് ജ്യൂസുകൾ കുടിക്കുക കടികളൊക്കെ. അപ്പോൾ ഇത് വെള്ളം. ചായ ഇതാ ചിന്നു പാർന്നുകൊണ്ടിരിക്കണം അല്ലേ ചായ. അപ്പോൾ അത്രയൊക്കെ കേട്ടോ നമ്മളന്നത്തെ വിഭവം. അപ്പോൾ കാരൊക്കെ എടുക്കട്ടെ, പിന്നെ അത് കൊണ്ടേക്കട്ടെ ഒക്കെ ചെയ്യും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ.